നിങ്ങൾ എപ്പോഴെങ്കിലും ഖുർആനെ ഇഷ്ടത്തോടെ ഓതി നോക്കിയിട്ടുണ്ടോ? ഖുർആനെ ഇഷ്ടത്തോടെ ഓതി നോക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ മനസ്സിലൂടെ ചേർത്ത് നിർത്തി ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓതി നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നു പോകും. ചില സമയത്ത് നല്ല ടെൻഷനും നല്ല വിഷമമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾ ഖുർആനോട് അടുത്ത് നിന്ന് നോക്കിയിട്ടുണ്ടോ? ഖുർആന് വേണ്ടി ഈ സമയം നിങ്ങൾ ചെലവഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല വിഷമത്തിലിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഖുർആന് വേണ്ടി ഒന്ന് സമയം കണ്ടെത്തി നോക്കും. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഖുർആന് കഴിയും. നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാൻ ഖുർആന് കഴിയും. നിങ്ങൾ എത്ര തവണ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട്? ഇനി എപ്പോഴെങ്കിലും നമുക്ക് വിഷമങ്ങളില്ലാത്തവരില്ല അല്ലെ? വിഷമങ്ങൾ എന്തായാലും ജീവിതത്തിൽ നമ്മുടെ ഉണ്ടാവും. നമുക്ക് പരീക്ഷണങ്ങളുണ്ട്. നമുക്ക് ഓരോ പരീക്ഷണങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ പരീക്ഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ നല്ല ടെൻഷനും നല്ല വിഷമമൊക്കെ വന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ഖുർആൻ ഓതി നോക്കും. നമ്മളുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ തോന്നുന്നില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം നമ്മളിലേക്ക് വരും. ആ സമയത്ത് നിങ്ങൾ വേഗം പോയി ഖുർആൻ എടുത്തൊന്ന് ഓതി നോക്കും. ഖുർആനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഓതണം. ഖുർആന് നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ പല ആളുകൾക്കും ഇതിൽ അനുഭവം ഉണ്ടാവും. ജീവിതത്തിൽ പല വിഷമങ്ങളും നേരിടാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ പലരും ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഖുർആന് വേണ്ടി ആ സമയം നിങ്ങൾ ചെലവഴിച്ചാൽ, ആ സമയം നിങ്ങൾ ഖുർആനെ ഇഷ്ടപ്പെട്ട് ഖുർആനോട് അടുത്ത് നിങ്ങൾ ഓതി നോക്കിയാൽ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാനും നിങ്ങളുടെ മനസ്സിനെ വൃത്തിയാക്കിയെടുക്കാനും ഖുർആന് സാധിക്കും. ഖുർആനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ അറിഞ്ഞോടണം. ഇനി നിങ്ങൾ ഓരോ ഓതുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഖുർആന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആന് വേണ്ടി നമ്മൾ എപ്പോഴൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ ആ ഖുർആന് വേണ്ടിയിട്ട്? ഇപ്പൊ പലരും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യവും, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓതേണ്ടതില്ലല്ലോ എന്ന്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഖുർആൻ ഓതാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓതേണ്ടതില്ല എന്ന രീതിയിൽ ആരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. നമുക്കിപ്പോൾ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഖുർആൻ പഠിക്കാനായാലും ഖുർആന് വേണ്ടി സമയം കണ്ടെത്താനായാലും, ഇനി നമ്മൾ ഒരു ജോലിയിലാണെങ്കിൽ കൂടി നമുക്ക് ഖുർആന് വേണ്ടി സമയം കണ്ടെത്താൻ നമുക്കതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത്. ആളുകളുണ്ടാവും, ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളുണ്ടാവും. അതൊരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഓതാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ യൂട്യൂബിലായിട്ടും അല്ലെങ്കിൽ ആപ്പുകളിലായിട്ടും ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഒരിക്കലും ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റിക്കാനാവില്ല. അള്ളാഹു ചോദ്യം ചെയ്യും, നീ എന്തുകൊണ്ട് ഖുർആൻ പഠിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ആൻസറാണ് പറയാനുണ്ടാവുക? അതുകൊണ്ട് തന്നെ ഖുർആന് വേണ്ടി മാക്സിമം സമയം എന്ന് ഞാൻ പറയില്ല, എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം എപ്പോഴും ഖുർആനായിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. കുറച്ച് സമയം ഖുർആനിലേക്ക് ഇരുന്നാൽ തന്നെ നമ്മളുടെ മനസ്സ് ശാന്തമാവും. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഖുർആൻ. പലർക്കും അതറിയില്ല. അത് പ്രവർത്തിച്ചു നോക്കണം. മനസ്സിൽ അത് തറച്ചു നിർത്തി മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഖുർആനെ പ്രവേശിപ്പിച്ച് നമ്മളത് ചിന്തിച്ചു നോക്കണം. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷന് ഈ ഖുർആൻ കാരണമാകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണമായി തീരും. നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മളിൽ പലരും പ്രവർത്തിച്ച് നോക്കാത്ത ഒരു കാര്യം കൂടിയാണ്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നു പോയപ്പോൾ പല വിഷമഘട്ടത്തിലും നമ്മൾ ഖുർആനെ അടുപ്പിച്ച് നിർത്തിയില്ല. ഖുർആൻ വെറുമൊരു വേദഗ്രന്ഥമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളയരുത്. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ, ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് ഖുർആനുണ്ട്. നിങ്ങൾ ഖുർആനെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. ഖുർആനെ ഇഷ്ടപ്പെട്ട് ഖുർആനായി നിങ്ങൾ സമയം കണ്ടെത്തി തുടങ്ങണം. നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയാൽ നിങ്ങൾ ഓരോ ദിവസവും ഖുർആനായി സമയം കണ്ടെത്തും. ഈ മാസം നമുക്കറിയാം, റമളാൻ മാസമാണല്ലേ. അള്ളാഹു 70 മുതൽ 700 ഇരട്ടി വരെ നമ്മളുടെ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചു തന്നിട്ടുള്ള മാസമാണ്. നമ്മളുടെ പ്രതിഫലം 70 മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിച്ചിട്ടുള്ള മാസമാണ്. ഈ സമയത്ത് നമ്മൾ ഓതുന്ന ഓരോ ഖുർആന്റെ ഓരോ വചനത്തിനും ഓരോ അക്ഷരത്തിനും നമുക്ക് പുണ്യമുണ്ട്. എത്ര ആളുകൾ ഈ മാസം ഖുർആൻ ഓതുന്നുണ്ട്? നിങ്ങൾക്ക് കിട്ടുന്ന സമയം
ഞാൻ പറഞ്ഞു, നമുക്ക് സൗകര്യങ്ങൾ അത്രയേറെ ഉണ്ട്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്കറിയാം നമ്മുടെ സൗകര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല, പണിത്തിരക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്ക് ഖുർആൻ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കതിനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഞാൻ സമയം കണ്ടെത്തണം എന്ന് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞാൻ സമയം കണ്ടെത്തും, അല്ലേ? നമുക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല, നമ്മൾ സമയം കണ്ടെത്താഞ്ഞിട്ടാണ്. നമ്മൾ സമയം വേണമെന്ന് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തും. ഏത് പണിത്തിരക്കിലാണെങ്കിലും, നമ്മൾ ഏത് പണിത്തിരക്കിലാണെങ്കിലും, എത്ര ബിസി ആണെങ്കിലും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും. അതിനുവേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കും. എത്ര തിരക്കിലാണെങ്കിലും ആ തിരക്കുകൾ വരെ നമ്മൾ മാറ്റിവെക്കും. ഖുർആനെ നമ്മൾ അറിഞ്ഞു തുടങ്ങും. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങും. ചില സന്ദർഭങ്ങളിൽ ഖുർആൻ നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞു, നല്ല വിഷമമുള്ള സമയത്ത് മാത്രമല്ല, നല്ല സന്തോഷമുള്ള സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതി നോക്കും. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കുളിർമയേകാൻ ഖുർആന് സാധിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ വെറും വാക്യങ്ങളായി കേട്ടുവിടണ്ട. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഖുർആനെ വേഗത്തിൽ ഓടിച്ചു വിടുക എന്നതല്ല, ഖുർആനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് മനസ്സിനറിഞ്ഞ് ഖുർആനെ ഓതി നോക്കും. ഖുർആൻ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും.